യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ആ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. പല സമരങ്ങളും ഉപവാസങ്ങളും മാർച്ചുകളും ഓരോ തലസ്ഥാന നഗരിയിലെയും സ്ഥിര കാഴ്ചകളാണ്. എന്നാൽ ചിലത് വലിയ കലാപങ്ങളിൽ അവസാനിക്കും. അവരെ അമർച്ച ചെയ്യുവാൻ പല ഉപാധികൾ അധികാരികൾ സ്വീകരിക്കാറുണ്ട്. പിന്നീട് ചർച്ചകളൊക്കെ ചെയ്ത് പ്രശ്നം തീർപ്പാക്കുകയും ചെയ്യും. ഇതാണ് പതിവ്. അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം 23 മുതൽ 41 വരെ വായിക്കുമ്പോൾ എഫേസസിലുണ്ടായ ഒരു വലിയ കലാപത്തെപ്പറ്റി പറയുന്നുണ്ട്. ഏത് കലാപവും പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരു കാരണമുണ്ടാകും. ആ കാരണത്താൽ ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം ജനം, അവർക്ക് നേതൃത്വം നടത്തുന്ന ചില നേതാക്കൾ. ഇവിടെയും അങ്ങനെ തന്നെ. ഇവിടെ ദെമത്രിയോസ് എന്ന തട്ടാൻ്റെ ആണ് ഇവരുടെ നേതാവ്. കാരണമോ തങ്ങളുടെ തൊഴിലിൽ പെട്ടെന്നുണ്ടായ നഷ്ടം. എഫേസോസ് പട്ടണം വിഗ്രഹങ്ങളാൽ നിറഞ്ഞ പട്ടണമായിരുന്നു. പ്രസിദ്ധമായ അർത്തമീസ് ദേവി അല്ലെങ്കിൽ ഡയാന ദേവിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. നഗരത്തിന്റെ സമ്പൽ സമൃദ്ധി ഡയാന ദേവിയുടെ ജനപ്രീതിയെ ആശ്രയിച്ചായിരുന്നു ഇരുന്നത്. ഈ ദേവിയുടെ വെള്ളി കൊണ്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന അനേക ശില്പവേലക്കാർ ആ നാട്ടിലുണ്ടായിരുന്നു. ആളുകൾ ഈ രൂപങ്ങളെ വാങ്ങി വീടുകളിൽ വെച്ച് ആരാധിച്ചു പോന്നു. പൗലോസിന്റെയും കൂട്ടരുടെയും എഫേസോസിലെ ശുശ്രൂഷയും ദൈവവചന പഠനവും ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഇല്ലാത്ത ദൈവത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവ് അനേകർക്ക് അവസരം നൽകി. അത് മുഖാന്തരം തന്നെ വിഗ്രഹ നിർമ്മാണക്കാരുടെ കച്ചവടം കുറഞ്ഞു. അവർ പ്രതിസന്ധിയിലായി. ആ സമയത്താണ് ദെമത്രിയോസ് എന്ന തട്ടാൻ മറ്റു പണിക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞത്: പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിലിൽ നിന്നാണല്ലോ. എന്നാൽ പൗലോസ് എന്നൊരുവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് എഫേസോസിലും ആസ്യയിലും ജനത്തെ 1-2 വർഷമായി പഠിപ്പിക്കുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം വരും കാലങ്ങളിൽ ഏതുമില്ലാത്തതായി മാറും. ദേവിയുടെ മഹത്വം ഒടുങ്ങിപ്പോകും. ഇത് കേട്ടപ്പോൾ തന്നെ അവർ അർത്തമീസ് ദേവി എന്ന ഉച്ചത്തിൽ ആർപ്പിട്ടു. ആരാണ് ഈ അർത്തമീസ് ദേവി? അർത്തമീസ് ദേവിയെ അക്കാലത്ത് അമ്മ ദൈവമായി ആരാധിച്ചിരുന്നു. അവരുടെ ഒരു ക്ഷേത്രം എഫേസോസിൽ ഉണ്ടായിരുന്നതിനാൽ പട്ടണം മഹാദേവിയുടെ ക്ഷേത്രപാലക എന്നാണ് എഫേസോസുകാർ കണക്കാക്കിയിരുന്നത്. ആ ക്ഷേത്രത്തിൽ ഒരു ബിംബം പാരമ്പര്യം പറയുന്നത് ആകാശത്ത് നിന്ന് വീണതാണെന്നാണ്. ഇന്ന് നമുക്കറിയാം ആകാശത്ത് നിന്ന് ഒരു വീണ ഉൽക്കയാകാം അതെന്ന്. അതിനെപ്പോലും ക്ഷേത്രത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ജനതയായിരുന്നു എഫേസോസുകാർ. നാം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ഒരു സുവനിയർ വാങ്ങി നമുക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസോസ് പട്ടണത്തിന് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാർബിൾ ക്ഷേത്രം അനേക സന്ദർശകരെ ആകർഷിച്ചിരുന്നു. ലോക അത്ഭുതങ്ങളിലൊന്നായിരുന്നു അത്. സന്ദർശകർ സുവനിയറായി അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ ഒരു മോഡൽ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുക പതിവായിരുന്നു. അങ്ങനെ നല്ല കച്ചവടം നടന്നിരുന്ന സമയത്താണ് അനേകർ ഈ അന്ധവിശ്വാസം വിട്ട് സത്യവിശ്വാസത്തിലേക്ക് തിരിഞ്ഞത്. തങ്ങളുടെ ബിസിനസിന്റെ ഇടിവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പൗലോസിന്റെ പ്രസംഗങ്ങളാണ് ഈ ജനത്തെ മാറ്റിയതെന്ന് ദെമത്രിയോസിന് മനസ്സിലായി. അതിനാണ് അയാൾ ആളെ കൂട്ടി കലാപം അഴിച്ചുവിട്ടത്. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക എന്ന പഠിപ്പിക്കലുകൾ തങ്ങളുടെ ബിസിനസ്സിനെ പൂട്ടിക്കെട്ടി എന്ന് ജനം മനസ്സിലാക്കി. എന്നാൽ തങ്ങളുടെ പ്രശ്നം മതപരമായ ഒരു വിഷയവുമായി കൂട്ടിക്കെട്ടിയാൽ മാത്രമേ പരിഹരിക്കാൻ കഴിയുമെന്ന് അവർ എല്ലാവരും ചിന്തിച്ചു. നഗരം മുഴുവൻ ബഹളമായി. പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗായോസിനെയും അരിസ്തർഹോസിനെയും അവർ മക്കദോന്യ പുരുഷന്മാരായിരുന്നു. അവരെ വലിച്ചിഴച്ചുകൊണ്ട് അവർ രംഗസ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ വലിയ ജനക്കൂട്ടത്തിൽ ചെന്ന് ഇതിന് മറുപടി പ്രസംഗം നടത്തണമെന്ന് പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ആസ്യയിലെ അധിപന്മാർ അവനെ അനുവദിച്ചില്ല. ആസ്യാധിപനുമായി നല്ല സ്നേഹബന്ധം അന്ന് പൗലോസിനുണ്ടായിരുന്നു. സമ്മേളനം ആകെ ബഹളത്തിലായി, കലാപം ആയി. ഇന്നുള്ളതുപോലെ കൂടി വന്നവരിൽ പലരും തങ്ങൾ എന്തിനാണ് അവിടെ കൂടി വന്നതെന്ന് അറിയുക പോലുമില്ലാതെ നിലവിളിച്ചു, ദേവിയുടെ പേര് പറഞ്ഞ്. അപ്പോൾ ചില യഹൂദന്മാർ അലക്സണ്ടർ എന്ന വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർത്തു. പ്രശ്നം പൗലോസിനെതിരെ ആയിരുന്നുവെങ്കിലും പലരും വിചാരിച്ചത് അലക്സണ്ടറാണ് കുറ്റക്കാരനെന്ന്. അവൻ ചെമ്പുപണിക്കാരനാണ് എന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തിനാണ് യഹൂദന്മാർ അലക്സണ്ടറിനെ ഉന്തിത്തള്ളിവിട്ടത്?
ഈ കലാപത്തിന് എഫേസോസിലെ യഹൂദന്മാർ ഉത്തരവാദികളല്ല എന്ന് പറയിക്കാനായിരുന്നു വാസ്തവത്തിൽ അലക്സാണ്ടറിനെ അവിടെ വിട്ടത്. എന്നാൽ യഹൂദന്മാർ ഒരു വിഗ്രഹാരാധന വെറുക്കുന്നവരാണെന്ന് കൂടി വന്ന ജനത്തിന് നന്നായി അറിയാമായിരുന്നു. ജനക്കൂട്ടം അടങ്ങിയില്ല. അവർ വീണ്ടും ആർത്തുകൊണ്ടേയിരുന്നു. പ്രകടനം കലാപമായി മാറി. അപ്പോൾ പട്ടണ മേനവൻ രംഗത്തിറങ്ങി. നമുക്ക് അദ്ദേഹത്തെ മേയർ എന്ന് വിളിക്കാം. ജനത്തിന്റെ പ്രശ്നം സാമ്പത്തിക അപകടത്തിൽ, ക്ഷേത്രം ഭീഷണിയിൽ, ഒരു വ്യവസായം തകർന്നു, തങ്ങളുടെ ജീവിതവും അപകടത്തിലായി. എന്നാൽ പട്ടണമേനവന്റെ പ്രശ്നം തൻ്റെ മുമ്പിൽ അപകടകരമായ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു ജനത. ഒരു നല്ല ഭരണാധികാരി ജനക്കൂട്ടത്തെയും പ്രശ്നത്തെയും മനസ്സിലാക്കി തീരുമാനമെടുക്കുന്നവനാണ്. വന്നവരോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: എഫേസോസ് പട്ടണം അർത്തമീസ് ദേവിക്കും ക്ഷേത്രത്തിലെ ബിംബ ക്ഷേത്രപാലക എന്നും അറിയാത്ത ഏത് മനുഷ്യരാണ് ഈ ഭൂലോകത്തിലുള്ളത്? നിങ്ങൾ കൊണ്ടുവന്ന കൂട്ടരും ഈ ദേവിക്കെതിരായോ പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ശില്പവേലക്കാർക്കോ ദെമത്രിയോസിനോ ആരെപ്പറ്റിയെങ്കിലും വ്യക്തിപരമായി പരാതിയുണ്ടെങ്കിൽ ന്യായവിസ്താര ദിവസത്തിൽ വരിക. വേറെ വല്ലതുമാണെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാം, അല്ലാതെ കലാപത്തിലല്ല പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞ് സഭ പിരിച്ചുവിട്ടു. നോക്കൂ, 3-4 മണിക്കൂർ നേരത്തെ ഒച്ചപ്പാടിൻ്റെയും ബഹളത്തിൻ്റെയും ഒടുവിൽ ജനക്കൂട്ടം പിരിഞ്ഞുപോയി. പട്ടണമേനവൻ പൗലോസിന് അനുകൂലമായി സംസാരിച്ചതാണോ? ഒരിക്കലുമല്ല. തിന്മയെപ്പോലും നന്മയാക്കി തീർക്കുന്ന ഒരു ദൈവം അവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. പട്ടണ മേലധികാരികൾക്ക് പട്ടണത്തിൻ്റെ ക്രമസമാധാനമായിരുന്നു ലക്ഷ്യം. ആയതിനാൽ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു വ്യക്തിക്ക് നേരെ ഒരു പട്ടണം മുഴുവൻ കലാപത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ് കണ്ടത്. അവർ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ്. അതവരെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. കലാപത്തിന് ഉത്തരവാദികൾ കുറ്റക്കാരായി മാറും എന്ന് പറഞ്ഞു. നമുക്കറിയാം, സമരം, ബന്ദ് മുതലായവ സംഘടിപ്പിക്കുമ്പോൾ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നു, ജനത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കുന്നു. സമരക്കാർ അതിനുത്തരവാദികളാണ്. അതിനുള്ള നഷ്ടപരിഹാരം അവർ തന്നെ നൽകണമെന്ന ഒരു നിയമം വന്നിരുന്നുവെങ്കിൽ ഇപ്രകാരം കലാപങ്ങളും അക്രമങ്ങളും നമ്മുടെ നാട്ടിലും അവസാനിച്ചേനെ. തങ്ങളുടെ പണനഷ്ടം സംരക്ഷിക്കാൻ ശ്രമിച്ചത് അവസാനം പണസഞ്ചി തന്നെ നഷ്ടമാക്കിയേക്കും എന്ന അവസ്ഥയിലായി ദെമത്രിയോസും കൂട്ടരും. അവർ പിരിഞ്ഞുപോയി. ക്രൂശിന്റെ ശത്രുക്കൾ എപ്പോഴും സുവിശേഷത്തിന്റെ ശക്തിയെ തിരിച്ചറിയുകയും അതിനെതിരായി എപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യും. അവർ സുവിശേഷകരെ പീഡിപ്പിച്ചു. എന്നാൽ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം നാമാവശേഷമായി. എന്നാൽ ഇന്ന് നോക്കിക്കേ, ക്രിസ്തു സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. പ്രിയ ദൈവപൈതലെ, ഒരു പട്ടണം തന്നെ നിനക്കെതിരെ ഇളകി വന്നാലും, ഒരു ദൈവപുരുഷനെതിരെ ഇളകി വന്നാലും, ദൈവം സർവാധികാരിയായതിനാൽ പട്ടണത്തിലെ അധികാരികളെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ശക്തനാണ്. ആയതിനാൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. മറ്റു മതങ്ങളെ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ സത്യസുവിശേഷം മാത്രം പറയുന്ന ശിഷ്യന്മാരായി നമുക്ക് തീരാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.